പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വോട്ടും കട്ടനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയാണ്. അതായത് പാഠപുസ്തകം എല്ലാ കാലത്തും കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ളതാണ്. പാഠപുസ്തകം അച്ചടിച്ച് വേഗത്തിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള ചർച്ച കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നുവെങ്കിൽ അതിന് മുൻപ് പാഠപുസ്തകം കിട്ടാത്തത് വലിയ ചർച്ചയായ ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രമേശ് ചെന്നിത്തല ചോദിച്ച ചോദ്യം, എന്തിനാണ് 9ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ ജയിച്ചു വന്ന കുട്ടികൾക്ക് ഇതിന് നേരത്തെ പുസ്തകം കൊടുക്കുന്നത്? അവർ ജയിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് പുസ്തകം എന്തിനാണ് എന്ന ചോദ്യമാണ്. അതൊരു വലിയ തരത്തിലുള്ള ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെതിരെ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വോട്ടും കട്ടിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. ആസിഫെ, ഈ ഒരു ചർച്ച കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എം ഹസൻ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉന്നയിച്ചൊരു ചർച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തിനാണ് ലൈഫ് വീടുകൾക്ക് ആ പദ്ധതി നിർത്തലാക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ തോന്നിയൊരു ചോദ്യമാണ് ഇന്ന് രമേശ് ചെന്നിത്തലയുടെ വായന. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തായിരുന്നു, ഒരു അത്രയും പക്വത കാണിക്കുന്നൊരു നേതാവായിരുന്നു. തീർച്ചയായിട്ടും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു സർക്കാർ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ 3 കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ തെരുവ് യുദ്ധമായിരുന്നു വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ. പ്രത്യേകിച്ച് 2015 ആ സമയത്ത് നമ്മളൊക്കെ റിപ്പോർട്ടിംഗ് ഫീൽഡിൽ നിൽക്കുന്ന കാലമാണ്. അന്ന് തിരുവനന്തപുരത്തും പാലക്കാടും കോഴിക്കോടും ഉണ്ടായ ഗ്രനേഡ് ആക്രമണം എന്തിൻ്റെ പേരിലായിരുന്നു? പാഠപുസ്തകം വിതരണം ചെയ്യാത്ത, ഓണത്തിൻ്റെ സമയമായിട്ടും പുസ്തകം കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് പുസ്തകം നേരത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പ്രശ്നമായിട്ട് എനിക്കിപ്പം തോന്നുന്നത്. കാരണം അന്ന് അബ്ദുറബിൻ്റെ വാക്ക് ഓർക്കുന്നുണ്ട്, ഓണം നേരത്തെ വന്നാൽ ഞാനെന്ത് ചെയ്യാൻ, ഓണം നേരത്തെ ആയതുകൊണ്ട് ഞാനെന്ത് ചെയ്യാൻ, പുസ്തകം അച്ചടിച്ച് കൊടുക്കാത്തെന്ന് പറഞ്ഞതാണ്. ഓണം നേരത്തെ ആയി പോയതിന് ഞാനെന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ സർക്കാർ അന്നാണ് എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഓണപരീക്ഷ നടത്തിയത് ആ ഒരു സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ അത്രത്തോളം ഗുരുതരമായ പാഠപുസ്തകം വിതരണം ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ തെരുവിൽ പുസ്തകത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തിയ, പോലീസുമായി ഡയറക്റ്റ് ഏറ്റുമുട്ടിയ, പിന്നീട് വിദ്യാർത്ഥി സംഘടനകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് പുസ്തകം വിതരണം ചെയ്ത ഒരു കാലത്ത് നിന്നുണ്ടായ മാറ്റത്തെ ഈ രീതിയിലാണോ അളക്കേണ്ടത്, പരിഹസിക്കേണ്ടത് എന്നുള്ളതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിപ്പോൾ ഇടതുപക്ഷം പ്രവർത്തകർ, പ്രത്യേകിച്ച് ഷാമിലി, പല ആളുകളും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, നമ്മൾ ലോഡ് ഷെഡിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഈ പാഠപുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കൂടുതൽ ഓർമ്മപ്പെടുത്താൻ, അതായത് ഒന്ന് ചരിത്രത്തിലേക്ക് പോയി നിങ്ങളിതൊക്കെ ഒന്ന് പറയൂ എന്ന് പറയുന്ന പോലെ ഒരു പരാമർശമായി പോയില്ലേ ഇന്ന് ചെന്നിത്തല പറഞ്ഞു? ആസിഫ് പറഞ്ഞതിൽ നിന്ന് തുടർന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ സമര ചരിത്രം പറയുന്നു. 10 വർഷം മുൻപുള്ള വലിയ സമരങ്ങൾ ഉണ്ടായിരുന്ന വലിയ വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങിയ ഒരു കാലമായിരുന്നു പുസ്തകത്തിൽ. ഈ 10 വർഷമായി അത്തരമൊരു കാര്യം ഇല്ല നിലവിൽ. ചോർച്ച കൊണ്ടോ ക്ലാസ് റൂമിൽ പാമ്പ് കടിച്ചിട്ടോ ഇത്തരം വാർത്തകളില്ല. പുസ്തകങ്ങൾ കൃത്യമായി ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിലവിൽ. അപ്പോൾ അത് തന്നെയാണ് ഇവരെ കൂടുതലായി പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ആരെ? UDF-നെ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഭരണപക്ഷത്തിന് നേട്ടങ്ങളെ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വിദ്യാഭ്യാസ മേഖല, മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ലിജോ പറഞ്ഞ പോലെ ലൈഫ് പദ്ധതി, മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ 10 വയസ്സായ ഒരു കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്ന് അറിയില്ല. ഇത്തരം ക്യാമ്പയിനുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇടതുപക്ഷം പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിനൊരടി എന്ന നിലയ്ക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് എന്നാൽ ഇങ്ങനെ അങ്ങ് പറയാം എന്ന് പറഞ്ഞു വെട്ടിലായി എന്നല്ലാതെ ഒരു കാലിലെ മന്ത്രി ഇപ്പുറത്തെ കാലിലായി എന്നല്ലാതെ മറ്റെന്ത് വ്യത്യാസമുണ്ട്? അതിൽ പുള്ളി പറയുന്നത് തുഗ്ലക് പരിഷ്കാരം എന്നാണ്. ഈ തുഗ്ലക് പരിഷ്കാരം എന്താ? തുഗ്ലക് പരിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘവീക്ഷണമില്ലാതെ അപ്രായോഗികമായ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു എന്നതാണ് ഈ തുഗ്ലക് പരിഷ്കാരം കൊണ്ട്. ചരിത്രത്തിൽ തുഗ്ലക്കിനെ ബുദ്ധിമാനായ മണ്ടൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ബുദ്ധിമാനായ ഒരു മണ്ടൻ എന്ന് വിശേഷിപ്പിക്കാൻ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് എന്തായാലും കഴിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ പൂക്കിയാണ് വിദ്യാർത്ഥികൾക്കിടയിലും സമൂഹത്തിനും പുസ്തകം കൊടുത്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിലൊരു അയുക്തിയും കൂടിയുള്ള കാര്യം ആസിഫ് പറയുന്നത് അതിൻ്റെ അകത്ത് വേറെ കാര്യം വെച്ചാൽ, ഇത് തന്നെ ഓൾറെഡി LDF-ൻ്റെ ഒരു പ്രചാരണം എന്താ, സ്കൂൾ അടയ്ക്കുന്ന കാലത്ത് നിന്ന് സ്കൂൾ തുറക്കുന്ന കാലത്തേക്ക് ഞങ്ങൾ എത്തിച്ചു എന്നുള്ള പ്രചാരണം സ്വാഭാവികമായി ഇവിടെ നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് LDF അതിൻ്റെ ഒരു പ്രചാരണം ആയുധമാക്കുന്നത് തന്നെ. സ്കൂളുകൾ തുറന്നു, ഞങ്ങൾ സ്കൂളുകൾ അടയ്ക്കുന്ന സർക്കാരല്ല എന്ന് പറഞ്ഞ പ്രചാരണം നടക്കുന്ന കാലമാണ്. ആ കാലത്താണ് ഈ പുസ്തക വിവാദം അനാവശ്യമായി എടുത്തിട്ടത് എന്നുള്ളതാണ്. അത് സ്വകാര്യ മേഖലയിലേക്കോ അത്രയധികം വിദ്യാർത്ഥികൾ ചേക്കേറിയ സമയത്തായിരുന്നു നിലവിൽ ഈ 10 വർഷ ഭരണകാലയളവ് വരുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള ഒരു വലിയ മടങ്ങിപ്പോക്ക് ഈ ഘട്ടത്തിലാണ് ഉണ്ടായത്. അതിൽ ഈ പുസ്തകത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൈറ്റ് ലാബുകളുടെയും ഇൻ്റർനെറ്റ് സേവനവും സ്മാർട്ട് ക്ലാസ് റൂമുകളും എന്ന് തുടങ്ങി ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കാനുള്ള ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളിലായി കഴിഞ്ഞാലും രക്ഷിതാക്കളിലാണെങ്കിലും ഒരു വിശ്വാസ്യത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ഗവൺമെൻറ് ഈ വിദ്യാഭ്യാസ
വകുപ്പും പ്രവർത്തിച്ച കാര്യങ്ങൾ അത് നമുക്ക് വിസ്മരിക്കാനാവുകയില്ല. ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ചരിത്രത്തെ ഇപ്പം കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള ചരിത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു ചരിത്രം കൂടിയുണ്ട്. അത് ഇന്ന് മുഖ്യമന്ത്രി യാത്രത്തില്ല ഓലയിൽ എഴുതി പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണോ പറയുന്നത്? ആ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട്. വാറോലയിലൊക്കെ എഴുതിയിരുന്ന കാലത്ത് പഠിക്കാൻ അവകാശമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്ന ഒരു നാട് കൂടിയാണ്. അപ്പോൾ വലിയൊരു ചരിത്രം പറയാനുള്ള അവസരം യഥാർത്ഥത്തിൽ ഒരു കാര്യവുമില്ലാതെ ഇന്ന് രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും. അതായത് ഇന്ന് പ്രധാനമായിട്ടും വന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള പ്രസ്താവന, അതുപോലെ തന്നെ വി. ശിവൻകുട്ടിയുടെ ഭാഗത്തുള്ള പ്രസ്താവന, ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ അടിക്കാനുള്ള വടി രമേശ് ചെന്നിത്തല ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം എങ്ങനെയാണ് കേരളം രൂപപ്പെട്ടത് എന്നുള്ള കൂടി ചർച്ചയാകാനും അന്ന് ആർക്കൊക്കെയാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നത്, അത് എങ്ങനെയാണ് ഇങ്ങനെയൊരു വിദ്യാഭ്യാസ പരിഷ്കരണം ഉണ്ടായത്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമാണ്. അതിൻ്റെ അകത്ത് ഇടതുപക്ഷ സർക്കാരുകൾ ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത്, വിദ്യാഭ്യാസ ബില്ല് വന്നത് എന്തിനു വേണ്ടിയാണ്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണഗതിയിൽ ഇതൊന്നും ചർച്ചയാകാൻ സാധ്യത വളരെ കുറവുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒന്നാമത്തെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് മുതൽ അങ്ങ് മുഴുവൻ ചരിത്രങ്ങളും ഇങ്ങനെ അടുക്കി വെച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമയമായി ഇത് മാറി എന്നുള്ളതാണ്. പലപ്പോഴും ഇടതുപക്ഷ ഹാൻഡിലുള്ള അല്ലെങ്കിൽ നന്നായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരായ ആളുകളൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക ഹോംവർക്ക്, അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തെരഞ്ഞെടുപ്പ് പരീക്ഷയാണ്, ആ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ളൊരു ഹോംവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പവർ കട്ടില്ലാത്ത 10 വർഷം ആരുടെ സർക്കാരിൻ്റെ കാലത്തായിരുന്നു? പവർ കട്ട് ഉണ്ടായിരുന്നത് ഏത് സമയത്തായിരുന്നു? അത് രാത്രി 7:30 ആ സമയത്തിൻ്റെ കാലയളവ് വെച്ച് അത് പുസ്തകത്തിൻ്റെ കാര്യം ഏത് വർഷമാണ് പരീക്ഷ പാഠപുസ്തകമില്ലാതെ മാറ്റിയിരുന്നത്? ഒരു PSC ക്വസ്റ്റ്യൻ പോലെ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയൊക്കെ ചർച്ച നടത്തി, അതായത് ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷം എന്താണ് ഈ നാട്ടിലുണ്ടാക്കിയ പ്രവർത്തനങ്ങളെന്നോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നോ, പൊതുവിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖലയിലൊക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണ് എന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത്, ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, MM ഹസൻ കഴിഞ്ഞ പോലും യെസ് എന്നും നോ എന്നോ ടിക്കിടാൻ ഒരു പ്രയാസവും അതിലൊരു വിശദീകരണത്തിന്റെ ആവശ്യം പോലും സത്യത്തിലില്ല. അല്ല, അങ്ങനെ ഒരു കാലത്താണ് ഇത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. MM ഹസൻ ഉണ്ടാക്കിയ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയ അലയൊലി അതിഭീകരമായിരുന്നു. കാരണം അന്ന് കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് 5 വർഷത്തിന് മുൻപാണ്. ആ സമയത്ത് ഇത്രയും ലൈഫ് പദ്ധതി വീടുകളായിട്ടില്ല, ഫ്ലാറ്റ് നിർമ്മാണം പലയിടത്തും നടക്കുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കാലത്ത് നിൽക്കുമ്പോഴാണ് ലൈഫ് പദ്ധതി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്, അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ ലൈഫ് പദ്ധതി നിർത്തലാക്കും എന്ന് പറഞ്ഞതോടുകൂടി ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് പോലെയാണ് യഥാർത്ഥത്തിൽ തോന്നിയത്. എനിക്കിതിൻ്റെ കൂടെ പറയാനുള്ളത് തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ. ആ യാത്രയുടെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവുന്നതിനിടയ്ക്കാണ് ഇനി അങ്ങനെ വല്ലതും ആണോ, ഒരു ഗ്രൂപ്പ് പോലും വല്ലതും ആയിട്ട് തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും വല്ലതും ആണോ? അങ്ങനെയില്ല. അതിനെ സതീഷിന് പോലും പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട് നിലവിൽ. ഞാനായിരുന്ന കാലത്ത് തൊട്ട് ഒരു പ്രാവശ്യമാണ് മുടങ്ങിയത് എന്നുള്ളൊരു കണക്ക് പറയുന്നു. അതിനുശേഷം ഞാനാണെങ്കിലും ആ കാലത്ത് അതിനെ വിമർശിച്ചിരുന്നു. അതിൽ പക്ഷേ ഗ്രൂപ്പ് പോരെന്ന് വേണമെങ്കിൽ സംശയിക്കാൻ തരത്തിൽ ഞാൻ അതിനെ വിമർശിച്ചിരുന്നു എന്ന നിലക്കാണ് പറയുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ചെന്നിത്തലയ്ക്കെതിരെയുള്ള VD സതീശൻ്റെ ആ ഒരു പ്രതികരണത്തിന് പോലും മറ്റേ ഒരു എന്താ പറയുക, ഒരു കൗണ്ടർ ഇപ്പോൾ വരുന്നുണ്ട്. അത് 2011 മുതൽ ഓരോ വർഷവും എന്തൊക്കെ തരത്തിലാണ് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിരുന്ന, ചർച്ച എങ്ങനെയായിരുന്നു. ഇപ്പോൾ അന്ന് ഞാൻ ടൈംസ് നൗ അരമണിക്കൂർ ചർച്ച നടത്തി. മറ്റേ ഇത്രയും സാക്ഷരതയുള്ള കേരളത്തിൽ പാഠപുസ്തകം ഇല്ലേ എന്ന് ചോദിച്ച് ടൈംസ് നൗ അരമണിക്കൂർ ചർച്ച നടത്തി. അത് 2015 2014. അപ്പോൾ സൈബർ ഹാൻഡിലുകൾ ഇതെല്ലാം എടുത്തിട്ടാണ്. 2015 മാത്രമല്ല, 2014 നിങ്ങൾ വരച്ച 13, 12, 11 എല്ലാം ഉണ്ട്. അന്ന് PC വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ MSFൻ്റെയും ആളുകൾ തന്നെ ഇതിനെതിരെ എതിർത്ത് രംഗത്തെത്തിയത്, അവരുടെ പ്രസ്താവനകളടക്കം ഇപ്പോൾ ചികഞ്ഞടിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സംഭരണം നടന്നത് യൂണിവേഴ്സിറ്റി കോളേജ്. അന്നൊരു യുദ്ധക്കളമായിരുന്നു. അന്ന് നമ്മൾ ആ സമയത്ത് റിപ്പോർട്ടിങ്ങിലുണ്ട്. അന്ന് പോലീസ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഗ്രനേഡ് എറിയുന്നു. അങ്ങനെ ഒരു തെരുവ് യുദ്ധം എന്ന് പറയാം. കേരളം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സമരമായിരുന്നു 2015 നടന്നത്. അത് ഓണമായിട്ടും പുസ്തകം കിട്ടിയില്ല. 2 പ്രാവശ്യം നിയമസഭയിൽ അബ്ദുറബ്ബ് പറയുന്നു 20-ാം തീയതിക്ക് മുമ്പ് പുസ്തകം അച്ചടിക്കുമെന്ന് പറയുന്നു. ആ 20-ാം തീയതി നിയമസഭയിൽ വീണ്ടും അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വരുന്നു. അന്ന് 20-ാം തീയതി വരുമ്പോൾ അന്നും പറയുന്നു
KVPS ഇനി 30 ലക്ഷം അടിക്കാനുണ്ട്, സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചാലേ നടക്കുകയുള്ളൂ. അപ്പം പ്രതിപക്ഷം അതിന് കൗണ്ടർ ചെയ്ത് തന്ന് ഇത് സ്വകാര്യ മേഖലയെ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷം പറയുന്നു. അങ്ങനെ അതിഭീകരമാണ്. കാരണം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയം പോലും നമ്മുടെ നിയമസഭയിൽ വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ പണ്ടങ്ങനല്ലായിരുന്നു. നിരന്തര അടിയന്തര പ്രമേയത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആൾക്കാർ മറന്നു തുടങ്ങിയതാണ്. ഈ ഇലക്ഷൻ ഈ ഒരുപക്ഷെ ആളുകളൊന്നും ചർച്ച പോലും ചെയ്യാത്തതാണ്. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ രംഗത്ത് ഈ കാലത്തടക്കം വന്ന കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ വകുപ്പിനെയും കൊണ്ട് നടത്തിച്ച ഒരു സർക്കാരും ഒരു വിദ്യാഭ്യാസ വകുപ്പുമാണ് നിലവിലുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒറ്റപ്പെട്ട കുറ്റങ്ങളും ഉണ്ടാവാം, അത് ഞങ്ങൾ ആരും പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു ജില്ലയിലോ ഒരു പഞ്ചായത്തിലോ അല്ലല്ലോ ഈ വികസനങ്ങളും പദ്ധതികളും ഒന്നും നടക്കുന്നത്. അപ്പോൾ വകുപ്പ് അങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ പോലും കാലത്തിനനുസൃതമായി അങ്ങനെ കൂട്ടി നമ്മൾക്കൊരു വീണ്ടും കേരള മാതൃക എന്ന നിലയ്ക്ക് അതിനെ ഉയർത്തി കാണിക്കാൻ പറ്റുന്നത് നല്ല മാതൃക തന്നെയാണിത്. ആ മാതൃക പക്ഷേ നിങ്ങൾ ഇത്രത്തോളം വികസിപ്പിക്കേണ്ടതില്ല, വികസനം ഇത്രത്തോളം വികസിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു യുക്തിയില്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് വിജയിക്കുമെന്ന് അറിയാതെയാണോ നിങ്ങൾ പുസ്തകം വിതരണം ചെയ്യുന്നത്? അത് രമേശ് ചെന്നിത്തല പോലൊരു ഇത്രയും പരിചയമുള്ള നേതാവിൻ്റെ വിചാരം എന്താ, ഇത് സ്കൂൾ കുട്ടികൾക്ക് നേരിട്ടുകൊണ്ട് വിതരണം ചെയ്യുന്ന സാധനമല്ല. ഒരു 9ാം ക്ലാസ്സിലേക്ക് ആ സ്കൂളിലേക്കാണ് പുസ്തകം വിതരണം ചെയ്യുന്നത്. വേറൊരു കാര്യം ഞാൻ ആലോചിക്കാറുണ്ട്. നമുക്കെല്ലാവരും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട കുട്ടികൾക്ക് പാഠപുസ്തക വിതരണം, അതുപോലെ തന്നെ ബുക്ക് വിതരണം, ബാഗ് വിതരണം, യൂണിഫോം വിതരണം എന്നൊരു സംവിധാനം, അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അത് സർക്കാർ അത് ഏറ്റെടുത്ത് അത് വളരെ മനോഹരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോട്ട്ബുക്കുകളും സംഭാവന ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ക്ലബ്ബുകളുടെ നേതൃത്വത്തിലൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നൊരു പരിപാടിയായിട്ട് ഇതേപോലെ തന്നെയാണ് നേരത്തെ ആസിഫ് പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അതായത് ഓരോ ജൂൺ 1-നും ഇത്തവണ പാഠപുസ്തകം എത്തിയില്ല, ആദ്യ ദിവസം പുസ്തകങ്ങളില്ലാതെ കുട്ടികൾ സ്കൂളിലേക്ക് എന്നുള്ള ഹെഡ്ലൈനുകൾ, അതുപോലെ തന്നെ അത് പത്രങ്ങളിൽ മാസ് ഹെഡായി വരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാലങ്ങളായി നമ്മൾ അതിനെക്കുറിച്ച് വലിയ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ, ഇത്തരം ചർച്ചകളിലേക്ക് പോകാത്തൊരു കാലത്താണ് ഇങ്ങനെ എന്തിനാണ് ഇദ്ദേഹം ഇന്നത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും വികസിപ്പിക്കേണ്ട എന്നൊരു തോന്നൽ രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ തോന്നിയതായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെച്ചത്. പക്ഷെ അതെന്തായാലും ഇതിനൊരു പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം പറഞ്ഞ് അതിലേക്ക് എത്തിച്ചു കൊടുത്തു യഥാർത്ഥത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു പക്വതയുള്ള നേതാവ് എന്നുള്ളതാണ് എനിക്ക്. സോഷ്യൽ മീഡിയ കുറിച്ച് നോക്കും. പണ്ട് SFIക്കാരൊന്ന് മലപ്പുറത്ത് പുസ്തകം വിതരണം ചെയ്തല്ലോ, മഞ്ചേരിയിലാണ് SFI ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്യുക. അന്ന് MSFകാരെ തടസ്സപ്പെടുത്തുകയും അത് കീറിയെറിയുകയും ചെയ്തു. ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്ത പുസ്തകം കീറിയെറിഞ്ഞു. അതൊക്കെ വീണ്ടും സോഷ്യൽ മീഡിയ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ കാലത്ത് നിങ്ങൾ പുസ്തകം കൊടുത്തുമില്ല, ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചത് തടയുകയും ചെയ്ത സർക്കാരാണ് നിങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ തരത്തിലും അവർക്കത് ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു പ്രസ്താവനയായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അന്ന് ആർക്കും അന്ന് ശിവൻകുട്ടി അന്ന് നിയമസഭാ 2015 അന്ന് SFIക്കാരെയും വിദ്യാർത്ഥികളെന്ന് മർദ്ദിക്കുന്ന സമയത്ത് ആ ശിവൻകുട്ടിയാണ് അന്ന് വന്ന് അവിടെ തടയാൻ ശ്രമിക്കുകയും അന്ന് ശിവൻകുട്ടിക്ക് അടികിട്ടി. തടയാൻ വന്ന് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന സമയത്ത് തടയാൻ വന്ന് ശിവൻകുട്ടിക്ക് അടികിട്ടുകയും ശിവൻകുട്ടി ആശുപത്രിയിലാണ് ചെയ്തിട്ടുണ്ട്. ആ ശിവൻകുട്ടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ആ അനുഭവമൊക്കെ ഓർത്തെടുക്കുന്ന ഒരാളും കൂടിയാണ് എന്നുള്ളതും അത് കൂടുതൽ അവർക്ക് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷെ അത് ഉറപ്പായിട്ട് തിരുത്തിയല്ലാതെ മുന്നോട്ട് പോകാനും പറ്റില്ല, ഒരു സംശയവും അല്ല. അത് സ്വാഭാവികമായും തിരുത്തുമെന്ന് തന്നെയാണ്. അതായത് ഇതൊരു പാഠപുസ്തകത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴേ അത് അറിയാതെ മനസ്സിൽ നിന്ന് വന്നതാണ്. ഇതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് മനസ്സിൽ നിന്ന് വന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. അത് സ്വാഭാവികമായിട്ടും തിരുത്തുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ പോലെ അല്ല, പ്രതിപക്ഷം കുറേ കൂടെ ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രതിപക്ഷം ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും കേരളത്തിൽ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കുറേ കൂടെ മെച്ചപ്പെട്ട സംവാദമൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തരത്തിലൊരു എന്താ പറയുക ഒന്ന് മാറ്റി പറയുമായിരിക്കും അല്ലെങ്കിൽ ഒന്ന് തിരുത്തി പറയുമായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അങ്ങനെ ഇതിപ്പോൾ കുറ്റ്യാടി പോലെ സ്നേഹത്തള്ളൽ എന്ന് പറയുന്നത് പോലെയാണ് മറ്റു ചില ന്യായീകരണ തള്ളലുകൾ ഈ വിധത്തിൽ. എന്നാലും ഒരു തോൽവി സമ്മതിക്കാൻ ഈ ഘട്ടത്തിൽ അവർക്ക് എന്തായാലും ആകുകയുമില്ല. അതാണ് സാധീഷിന് ഏറ്റവും സേഫായിട്ടാണ് അതിനുള്ളൊരു ന്യായീകരണം കൊടുത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം മാത്രമേ നമ്മുടെ സർക്കാരിൻ്റെ കാലത്ത് ഇത് മുടങ്ങിയിട്ടുള്ളൂ. അന്ന് ഞാൻ അതിനെ വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെയായിരിക്കും ഇതിലൊരു സ്നേഹമായുള്ള ഒരു ബാലൻസിങ് വരാനുള്ള സാധ്യതയെ നിലവിൽ ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കാനുള്ളൊരു അവസരം എന്ന നിലയ്ക്കായിരിക്കും ഇടതുപക്ഷം ഇതിനെ കാണുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു
എല്ലാ കാലത്തും ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായി ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് അത് ഭയങ്കര താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് എഴുത്തോല, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അതിന് മുൻപ് എന്തായിരുന്നു വിദ്യാഭ്യാസം, ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് അവസരമില്ലാതിരുന്ന ഒരു വലിയ ജനത ഉണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുത്തത്, പിന്നീട് ഇങ്ങോട്ട് കാലാകാലങ്ങളായി ഭരിച്ചിരുന്ന ജനാധിപത്യ സർക്കാരുകൾ എങ്ങനെയൊക്കെയായിരുന്നു വിദ്യാഭ്യാസത്തെ നോക്കിക്കണ്ടത്, ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള കഥകൾ പറയാൻ ഇടതുപക്ഷത്തിന് കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ, വിദ്യാഭ്യാസ അവകാശ സമരങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്, ഏറ്റവും ഒടുവിലായി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള 2011-16 കാലത്ത് എങ്ങനെയാണ് ഈ പുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായ പുസ്തക വിതരണത്തോട് ചേർന്ന് നിൽക്കുന്ന സമരങ്ങൾ എങ്ങനെയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഏതായാലും രമേശ് ചെന്നിത്തല ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ ചർച്ച ഇനിയും മുമ്പോട്ട് പോവുകയും മുഖ്യമന്ത്രിക്ക് തന്നെ മറുപടി പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു ഹെവി വെയിറ്റ് ഒരു വിഷയം വരുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആ ഒരു ആദ്യഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ചെന്ന് കൊടുത്തത് തന്നെ വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്.